ഇതുവഴി ഇങ്ങനെ പോരോ അവിടെ മാറ്റി ഇതുവഴി ഇതുവഴി വേണം ഇതുവഴി വരാം We sing happy birthday to you, and may all your dreams come true. Happy birthday. Oh, this is your birthday song. Oh, celebration all night long. Oh, may all your dreams come true. We sing all together. Happy birthday to you. Happy birthday.
ട്രെയിനിങ് ഉറങ്ങിയില്ല. രമേശ് ഉറങ്ങി. രവിക്ക് ഒരല്പം ധാരാ നോക്ക്. വളരെ നാളുകൾക്ക് ശേഷമാവാം നിങ്ങളുടെ ഈ ഒത്തുകൂടൽ. അനേകം വിശേഷങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും, എനിക്കറിയാം. എന്നാൽ അല്പസമയത്തേക്ക് നിങ്ങൾ ഏവരുടെയും ശ്രദ്ധ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കാം. Being the mother we love to love, you being there for us is all we need. Private and public life, shining bright and spreading light. Being your nephew, being your niece, pampered we feel, being your sibling. Secure we feel to rely on you, for we know we have the best friend in you. On this day, when you turn 80, we want you to know you have touched our hearts. Hence, together we feel we should cry out loud, "Happy birthday, dear Amma." എൻ്റെ പേര് സുരേഷ്. പ്രിയപ്പെട്ട ശ്രീമതി പത്മാവതി അമ്മയുടെയും മുഴുവൻ കുടുംബാംഗങ്ങളുടെയും ഫാമിലി ഫ്രണ്ടാണ് ഞാൻ. ഈ വലിയ കുടുംബത്തിലെ സുഹൃത്ത് വലയത്തിൽ എന്നെ മാത്രമല്ല എൻ്റെ മുഴുവൻ ഫാമിലിയെയും ഒരു കുടുംബ സുഹൃത്തായി കണ്ടത് വളരെ പെട്ടെന്ന്. ഈ അമ്മയുടെ പ്രിയ മകനായി ഒരു സുരേഷ് ഉള്ളതുകൊണ്ട് എന്നെ പെട്ടെന്ന് തിരിച്ചറിയാനായി എൻ്റെ പേരിനോടൊപ്പം ഇവരൊരു വാല് കൂടെ വെച്ച് തന്നിട്ടുണ്ട്. അതാണ് കൊച്ചു സുരേഷ്. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ തല പോയി വെറും വാലായി. ഇപ്പൊ കൊച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം ഷീലാ നിവാസിന്റെ നെടും തൂണായ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശ്രീമതി പത്മാവതി അമ്മയുടെ 80 വർഷത്തെ ജീവിതത്തിലേക്ക് ഒരു വിഷ്വൽ റീവൈൻഡിലേക്ക് നിങ്ങളെ ഈ കൊച്ചു സുരേഷ് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ പലരുടെയും ഓർമ്മകളെ ശ്രീമതി ചെല്ലമ്മയുടെയും ഓണററി ലഫ്റ്റനന്റ് കൃഷ്ണപിള്ളയുടെയും കടിഞ്ഞൂർ സന്താനമായി ജനിച്ചു. പുനലൂർ ഗവൺമെന്റ് സ്കൂളിലും തിരുവനന്തപുരം കോട്ടമ്പി ഗേൾസ് ഹൈസ്കൂൾ, തക്കലയിലെ ശ്രീ കെ എസ് പിള്ളയും ശ്രീമതി ശശികുമാരൻ, തലവൂരിലെ
ശ്രീ രവീന്ദ്രൻ നായരും ശ്രീമതി വിലാസിനി. തിരുവനന്തപുരത്തെ 1954 തെക്കൻ തിരുവിതാംകൂറിലെ കുഴിത്തുറയിൽ നിന്നും ശ്രീമതി 2 കുടുംബാംഗങ്ങളുടെ മാത്രമല്ല 2 സംസ്കാരത്തിന്റെയും 2 ദേശത്തിന്റെയും സമാഗമമാകും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവരുടെ വിവാഹ ജീവിതം. ഭക്തൃ സഹോദരരായി ശ്രീ ജി ഭാസ്കരൻ നായരും ശ്രീമതി ഇന്ദിരി. ശ്രീമതി ശാരദയും ശ്രീ കൃഷ്ണപിള്ളയും. ശ്രീ ജി കുമാരൻ നായരും ശ്രീമതി തങ്കം. ഭർത്താവ് ശ്രീ രാജീവും 2 പുത്രന്മാർ വൈഷ്ണവ്, അഭിനവ്. തിരുവനന്തപുരത്തെ കമലേശ്വരത്താണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ മകൾ ശ്രീമതി ശ്രീദേവി ഭർത്താവ് ശ്രീ ഗോപിനാഥനോടൊപ്പം ബാംഗ്ലൂരിൽ താമസിക്കുന്നു. മകൻ സൂരജ് സെക്കൻഡറാബാദിലാണ്. ഈ അമ്മയുടെ ഇളയ മകൻ ശ്രീ സുരേഷ്, ഭാര്യ ശ്രീമതി സിന്ധു, മക്കൾ നിഖിലും നവമിയുമായി. ഭർത്താവിന്റെ പൂർണ്ണ പ്രോത്സാഹനവും പിന്തുണയോടും കൂടി പ്രീ പ്രൈമറി ടീച്ചി അമ്മ കമ്മ്യൂണിറ്റി വെൽഫെയർ സെന്ററിന്റെ സെക്രട്ടറിയായി കോഴ്സ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്നു. സുരേഷ് പറഞ്ഞു ഇന്ന് വല്യമ്മയുടെ പിറന്നാളാണ്. ഞാൻ, സുഭാഷ്, കുട്ടികൾ സുവി, സമ്മു എല്ലാവരും വല്യമ്മയ്ക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഫേസ്ബുക്ക് വഴി സുരേഷും ഞാനും ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, ഫോട്ടോസ് കാണാറുണ്ട്. അങ്ങനെ വിശേഷങ്ങൾ അമ്മയ്ക്ക് എല്ലാ ആരോഗ്യവും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ടും പ്രേ ചെയ്തുകൊണ്ടും വിഷ് ചെയ്തുകൊണ്ടും നമ്മുടെ വാക്കുകൾ വീണ്ടും ചുറ്റുന്നു. ആശംസകൾ വീഡിയോയിൽ എത്തിച്ചിരുന്നു. പക്ഷെ ചില ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഈ വീഡിയോ ശരിക്കും കാണുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശംസ ഇവിടെ അറിയിക്കുകയും വേണം. വീഡിയോ വർക്കിംഗ് ചെയ്യുന്നില്ല. ആകെ വിഷമത്തിലായിരുന്നു. എന്നാൽ അവസാന നിമിഷം എല്ലാ തിരക്കുകളും അതിജീവിച്ച് ഇതാ ഈ അമ്മയുടെ അരികിലേക്ക് തന്നെ ആശംസകൾ അർപ്പിക്കാനായി എത്തുന്നു. शाम बड़ी दीवानी, धीरे धीरे बन जाए न कोई कहानी। देखो देखो है शाम बड़ी दीवानी, धीरे धीरे बन जाए न कोई कहानी। दिल भर है दिलकश है दिलदार नजारे हैं, आज ज़मीन पर उतरे कितने सितारे हैं। अगलो खुश नबी गाना हम रहते हैं हर जानम, दीवानगी 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 है ना कोई रीज़न ना रहता। ഹാപ്പി ബർത്ത്ഡേ ചേച്ചിയുടെ ബർത്ത്ഡേനെ നല്ല ആരോഗ്യവും എല്ലാ ഐശ്വര്യവും പറയാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. മാർച്ചിൽ നിങ്ങൾ അവിടെ കാണാൻ ഞാൻ. Hello auntie, happy birthday and many more happy returns of the day. Hello Amma, happy birthday. ഇപ്പോൾ നിങ്ങൾ കേട്ടത് മലേഷ്യയിൽ നിന്നും അമ്മൂമ്മ. എനിക്ക് ഫിസിക്കലോട് വരാൻ പറ്റത്തില്ലെങ്കിൽ ഓൾവേസ് വിത്ത് യു. പിന്നെ ഉമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ,
എൻ്റെ ഇത്രയും കാലത്തെ എല്ലാ വിജയങ്ങളിലും ഞാൻ ആക്ച്വലി ഇവിടെ വരെ എത്താനുള്ള കാരണത്തിലും പിന്നിൽ തന്നെ അമ്മമ്മയുടെ പ്രാർത്ഥനകളും അർച്ചനകളുമാണ്. വേറെ എന്തെങ്കിലും കൂടുതൽ പറയാനുള്ളത്? ദൈവത്തിനേക്കാൾ ഞാൻ റെസ്പെക്റ്റായി ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന അമ്മയാണ്. അത് അമ്മയ്ക്ക് തന്നെ അറിയാമല്ലോ. ഞാൻ എവിടെ എന്തുണ്ടെങ്കിൽ ഞാൻ ആദ്യം അമ്മയെ തന്നെ വിളിക്കാറില്ല. ശരിക്കും അവിടെ വരണമെന്നുണ്ട്. മിസ് യു ഓൾ. ബൈ. അമ്മയുടെ പ്രിയപ്പെട്ട കൊച്ചുമകൻ നിഖിൽ ബോർഡ് എക്സാം കാരണം ഇവിടെ എത്താൻ സാധിക്കാതെ ദുബായിൽ നിന്നും വീഡിയോയിൽ. Namaste Amma, happy birthday to you. ഇന്ന് എനിക്ക് കുറച്ച് ചുമയുണ്ട്, അതുകൊണ്ട് അത്ര സംസാരിക്കാൻ പറ്റില്ല. But I will try my best, Amma. I love you a lot, Amma. You are the best Amma I could ask for. You have always been a great source of inspiration for me and for everyone else. I always look up to you, Amma. Sadly, this time I could not make it to the party, but I hope you are enjoying yourself. I hope you'll enjoy what is still yet to come. And today I'll be writing my board exams. So your prayers have always meant a lot for me. I've always missed your Natholi and Mati and Tulshiri when I'm here, Amma. So after my boards, I'll definitely be coming to India, Amma, to have some. And I hope you take care of yourself, Amma. Wish you all the best, and once again, happy birthday, Amma. Bye. അപ്പോൾ നിഖിലിന്റെ വിഷസ് കഴിഞ്ഞു. ഇനി സ്വാഭാവികമായി നമ്മൾ പറയേണ്ടത് സ്വന്തമായി ഒരു കവിത തയ്യാറാക്കി നവമി അയച്ചിരുന്നു. ഈ കവിത ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ തന്നെ എത്തുമെന്നാണ്. എന്നാൽ ഇതുവരെ കവിത ഇവിടെ എത്തിയോ എന്ന് തീർച്ചയായും കവിത കാണുന്നില്ല എന്നാണ് ഇപ്പോൾ എന്നോട് പറയുന്നത്. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കിയത് കവിതയുമായി ഒരു സ്പെഷ്യൽ ദൂതൻ ഉടൻ എത്തുമെന്നാണ്. ഇതാ ആ സ്പെഷ്യൽ ദൂതൻ കവിതയുമായി അമ്മയുടെ അരികിൽ എത്തുകയാണ്. शाम बड़ी दीवानी धीरे धीरे बन जाए न कोई कहानी. देखो देखो है शाम बड़ी दीवानी धीरे धीरे बन जाए न कोई कहानी. दिल भरे Hello, this is Neil, this is Maya, this is Archana. Neil, Maya, go. Happy birthday to you, Mom. Say Amma. Amma, happy birthday to Amma. Happy birthday, dear Amma. Happy birthday to you. Okay, good. Hello, Lima. Happy birthday. Happy birthday, Valima. Wish you a healthy and prosperous 80th birthday. Happy birthday. Happy birthday. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ശ്രീ പത്മാവതി അമ്മയുടെ ഭർത്തൃ സഹോദരൻ ജി ഭാസ്കരൻ നായരുടെ ഏറ്റവും ഇളയ മകനായ സച്ചിനും ഫാമിലിയും യുഎസിൽ നിന്നും അയച്ച ആശംസകളാണ്. പ്രിയപ്പെട്ട വല്യമ്മ, 80ാമത്തെ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. വല്യമ്മ പിറന്നാൾ ആശംസകൾ. ഞാൻ എന്തായാലും ഒരുമിച്ച് വന്നപ്പോഴാണ് ഉണ്ടായിരുന്നു, നടന്നില്ല.
മകനായ അശോക് ആൻഡ് ഫാമിലിയുടെ ആശംസകളാണ്. ടീച്ചർ, ഞങ്ങൾ ടീച്ചറിന്റെ സ്റ്റാഫ് എല്ലാവരും വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ചേട്ടത്തെ എന്ന് വിളിക്കുന്ന ശ്രീമതി പത്മാവതിയമ്മയ്ക്ക് വളരെ സന്തോഷവും സമാധാനപ്രദമായ ഒരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ, മനസ്സമാധാനം നല്ല സമാധാനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രായത്തിൽ ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും ഞാനിപ്പോഴും എൻ്റെ ഒരു മൂത്ത സഹോദരിയായിട്ടാണ് വിചാരിച്ചിട്ടുള്ളതും. ഞങ്ങളുടെ കഴിഞ്ഞുകൂടുന്നതും അങ്ങനെയാണ്. കുടുംബത്തിലെ സകല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും ആവശ്യമുള്ളപ്പോഴെല്ലാം വിളിച്ച് ചോദിക്കുകയും എല്ലാ ചടങ്ങുകളിലും പങ്കുകൊള്ളുകയും ചെയ്ത് അങ്ങനെ ദിവസങ്ങൾ ഞങ്ങളും തള്ളിക്കൊണ്ടുപോവാണ്. എൻ്റെ ഭാര്യ തങ്കവും എൻ്റെ ചേട്ടത്തിയും വലിയ പ്രായ വ്യത്യാസമില്ല. ജനുവരിയും ജൂണുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. വലിയ വർഷത്തിൽ ജനിച്ചവരാണ്. ഒരുപാട് സ്മരണകൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ അതൊന്നും ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ കുടുംബത്തിനും അവരുടെ ഓരോരുത്തരുടെ എല്ലാമായിട്ടുള്ള ബന്ധം ഇപ്പോൾ നടന്നു പോകുന്ന രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പാട്ടോടുകൂടി ആരു നീ അന്നൊരു അറിവ് പകർന്നു, ആരു നീ അന്നൊരു അറിവ് പകർന്നു, അറിവിൻ നീയാകുന്നു. ആരു നീ അന്നൊരു അറിവ് പകർന്നു, അറിവിൻ നീയാകുന്നു. ഉത്തരമോ ചോദ്യത്തിനും ഉത്തരമോ ചോദ്യത്തിനും ഉപനിഷത്താകുന്നു, ഉപനിഷത്താകുന്നു. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ, കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ കർമ്മേന്ദ്രിയങ്ങൾ ആകുന്നു. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ കർമ്മേന്ദ്രിയങ്ങൾ ആകുന്നു. ഉത്തരവോ ചോദ്യത്തിനും ഉപനിഷത്ത് ആകുന്നു, ഉപനിഷത്താകുന്നു. എനിക്ക് പറയാതെ ഞങ്ങൾ വലിയമ്മ കുഞ്ഞമ്മ മക്കളാണ്. വേലായുധൻ നായർ എൻ്റെ ജ്യേഷ്ഠൻ, ഞാനും വേലായുധൻ നായർ എൻ്റെ അണ്ണൻ ഒരുമിച്ച് സിനിമയ്ക്ക് പോകും. 5 വയസ്സായി. അല്ല, എനിക്ക് 8 വയസ്സായി. അപ്പോഴാണ് കല്യാണം കഴിച്ച് കൊണ്ടുപോകും. അദ്ദേഹം എൻ്റെ ചെറിയ ഒരു കുഞ്ഞമ്മയുടെ മക്കളാണെങ്കിലും എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് കല്യാണം. അന്ന് എനിക്ക് പാട്ടിനോട് വളരെ വളരെ അനുകമ്പയാണ്. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി. ഞാനും പഠിക്കാനൊന്നും പോയിട്ടില്ല, പാട്ട് പഠിക്കാൻ പോയിട്ടില്ല. എന്തെങ്കിലും ചിത്ര തിയേറ്റർ ട്രിവാൻഡ്രത്ത് നിന്ന് ഉൾത്തറ ട്രിവാൻഡ്രത്ത് ചിത്ര തിയേറ്ററിൽ നിന്ന് അങ്ങനെ ഹിന്ദി സിനിമ മേര എന്നൊരു പാട്ട്, അന്നത്തെ പാട്ട് പാടിയിട്ട് നമുക്ക് ജയിക്കാം. എന്നിട്ട് എല്ലാവരും കുറച്ച് ഇഷ്ടമാണ്. അന്നത്തെ പാട്ടാണ്. धरती को
आकाश पुकारे, धरती को आकाश पुकारे, आजा आजा प्रेम द्वारे आना ही होगा. അമ്മയ്ക്കും വലിയമ്മയ്ക്കും അണ്ണൻ വലിയ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. ശരി മതിയാക്കാം, ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. എൻ്റെ ചേട്ടത്തിയാണെങ്കിൽ സ്വന്തം അനിയനെ പോലെയല്ല, അന്നോട്ട് ഇന്ന് വരെ എല്ലാ കാര്യങ്ങളിലും മുൻപെട്ടിറങ്ങുകയും അണ്ണൻ മറ്റിട്ട് പോലും ആത്മധൈര്യം വിട്ടിട്ട് അണ്ണൻ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ബോധം ഇപ്പോഴവർക്കുണ്ട്. അണ്ണൻ്റെ ബാഡി മാത്രമേ പോയിട്ടുള്ളൂ, ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, പക്ഷേ ചൈതന്യം ഇതിൻ്റെ മുമ്പ് ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇത്രയും നാൾ കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം അവർക്ക് എല്ലാവിധ ആരോഗ്യം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് നിർത്തുകയാണ്. ചെറിയ നമസ്കാരം. ഞാൻ ശബരിമല തുടർച്ചയായിട്ട് പോകുന്ന ഒരു ഭക്തനാണ്. ഇക്കൊല്ലം ജനുവരി 16 50ാമത്തെ വർഷം കഴിച്ചു. ഈ കുട്ടികൾ ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തിയത് 41 ദിവസത്തെ വ്രതമെടുത്താണ്. അതായത് ജനുവരി 1 പലരും എന്നെ വിളിച്ച് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. അന്ന് പറഞ്ഞു ഫെബ്രുവരി 10 ബ്ലോക്ക് ചെയ്യണം. സോ ഇഫ് യു കാൽക്കുലേറ്റ് ഫ്രം ജനുവരി 1 ടു ഫെബ്രുവരി 10, 41 ഡേയ്സ്. അതിൻ്റെ റിസൾട്ട് ഇവിടെ കൂടിയ എല്ലാവരും അനുഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു ചെറിയ നോട്ട് ആ ഫോട്ടോയിൽ എഴുതിയിട്ടുണ്ട്. ലെറ്റ് us pray for her to celebrate 1000 പൂർണ്ണചന്ദ്രനെ കാണും. 80 വയസ്സ് നമ്മൾ ആഘോഷിക്കുന്നത് 1000 കണ്ടല്ല, 84 വയസ്സാണ്. അതുകൊണ്ട് അത് ഇതിനേക്കാൾ വിപുലമായിട്ട് ഇത്ര ഗോപ്യമായിട്ട് പ്ലാൻ ചെയ്യാതെ എല്ലാവരെയും ഉൾപ്പെടുത്തി നമുക്ക് ആഘോഷിക്കണം. അതിന് ദൈവം ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബത്തിലെ ഒരു മൂത്ത സഹോദരൻ എന്നുള്ളതായി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ചേച്ചിക്ക് മംഗളാശംസകൾ അർപ്പിക്കുന്നു. Happy birthday, happy birthday, happy birthday to you. How old are you now? 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 Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. We sing happy birthday to you, and may all your dreams come true. Happy, happy birthday. Oh, this is your birthday song. Oh, celebration all night long. Oh, may all your dreams come true. We sing all together. Happy birthday to you. Happy birthday celebration. Party night, we feel the vibration. Feel like the vibe, feeling alright. We're dancing. Her grace and pride is an inspiration to all. She maintains her dignity even through a fall. Seasons cannot age her beauty. Years cannot weaken her. Her warm, welcoming arms are always so safe. Her love can't be contained.
She'll never stop fighting and never be chained. Her flame is so bright it spreads. It brings new hope to others when they have none. Now 8 long decades have passed, and only humility is the word she wears. To this day, many words can link to describe her. A mother, a sister, and even a teacher. But to me, she's my grandmother, my loving Amma. അടുത്തതായി അമ്മൂമ്മയ്ക്ക്
പാട്ട് പാടണമെന്ന് ശ്യാമ പറഞ്ഞതുകൊണ്ട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരു പാടാനുള്ള മൂടിലല്ല എനിക്ക് എല്ലാവരും പാടുക മണിയറയിലെ മലർശൈയിലെ നീലത്തിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമുള്ള നിന്ദേഹമതവഴി എന്നുമൻ പിരിമാറ് പടരുമല്ലോ മണിയറയിലെ മലർശൈയിലെ നീലത്തിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമുള്ള നിന്ദേഹമതവഴി എന്നും പെരുമാറി പടരുമല്ലോ പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമല്ല പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമല്ല ശൃംഗാരമധുപോറും സിംഗാനപാനപാത്രം എന്നുമല്ലോ മണിയറയിലെ മലർശൈയിലെ നീലത്തിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമുള്ള മലർവഴി എന്നും പെരുമാറി പടരുമല്ലോ ഇന്ദുവദനെ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദി വരങ്ങളായി ഇന്ദുവദനെ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദി വരങ്ങളായി ഇന്ദ്രനീരാധരോടും മലർമിഴിയുമായി സുന്ദരിയറയിലെ മലർശൈയിലെ നീലതിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമുള്ള പെരുമാറി പടരുമല്ലോ. മുടിമേലെ കെട്ടിവച്ചു തൊഴുനാടൻ പട്ടുടുത്തു മുക്കൂറ്റി ചാന്തം തൊട്ടു ഞാനിരുന്നു. മുടിമേലെ കെട്ടിവച്ചു തൊഴുനാടൻ പട്ടുടുത്തു മുക്കൂറ്റി ചാന്തം
വച്ചു അഞ്ജന കണ്ണെഴുതി ആലില താലി ചാർത്തി അറപുരവാതിലിൽ ഞാൻ കാത്തിരുന്നു ദോഷനില മുറിച്ചു വച്ചു തുമ്പപ്പൂച്ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വച്ചു ദോഷനില മുറിച്ചു വച്ചു തുമ്പപ്പൂച്ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വച്ചു പുള്ളുകളുണർന്നിട്ടും പൂങ്കോഴി കൂടിയിട്ടും പുള്ളുകളുണർന്നിട്ടും പൂങ്കോഴി കൂടിയിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരേ അഞ്ജന കണ്ണെഴുതി ആലില താലി ചാർത്തി അറപുരവാതിൽ ഞാൻ കാത്തിരുന്നു. പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ കാണാ തിരുമുറിവുകളിൽ തൂവും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂവും കുളിരമൃതായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ ചെല്ലപ്പൂരിങ്ങി പൂത്തു കിള്ളിൽ പാടും പൂവിട്ടു ചെല്ലപ്പൂരിങ്ങി പൂത്തു കിള്ളിൽ പാടും പൂവിട്ടു ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിൻ നീളം ഏറ്റുപാടും സ്നേഹദേവദൂതനേ വരൂ നീ വരൂ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു ആരുടെ ദൂതുമായി ആടും മേഘമഞ്ജലി ആരെ തേടി വന്നണഞ്ഞു നീ ആടിമാസ കാറ്റേ ദേവദൂത പാടും ഈ വഴി ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ കാണാ തിരുമുറിവുകളിൽ തൂവും കുളിരമിതാ തിരുമുറിവുകളിൽ തൂവും കുളിരമിതാ കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ അല്ല
അമ്മയുടെ സ്ട്രോങ് പില്ലേഴ്സ് എന്ന് പറയുന്ന സ്കൂളിൽ നമ്മൾ ആയിരം ജന്മങ്ങൾ മോഹം സ്വപ്നവും ജനനീകൾ നമ്മൾ അമ്മയുടെ ജന്മദിനം നന്മയുടെ ജന്മദിനം പിന്നിൽ നിന്നും. എൻ്റെ ചുറ്റുമുള്ളവരാരും ശരി ആർക്കും തന്നെ ഞാൻ ഒരു അധികപ്പറ്റോ അല്ലെങ്കിൽ എന്നെ ഒരു ഇതായിട്ട് കാണുന്ന ഒരുത്തരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമായിട്ടുള്ള കാര്യം. ഇന്ന് ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഭഗവാന്റെ അടുത്ത് പോവും, തൊഴും പോരും. ഇതുപോലുള്ള സൗഹൃദം എനിക്കെന്നും കിട്ടണേ. എന്നെ ഇവരൊക്കെ ആശംസിച്ചതുപോലുള്ള കാലമൊന്നും കൊണ്ടുപോകാതെ ഇതേ മനസ്സമാധാനം സന്തോഷത്തോടു കൂടി ഭഗവാൻ അതിനും കൂടി അനുഗ്രഹിക്കണമെന്ന് മാത്രമേ ഞാൻ ഈ വൈകിയ വേളയിൽ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഈ വന്ന് ഇത്രയും നേരം മെനക്കെട്ട് ഇവിടെ ഇരുന്ന് എന്നെ ആശംസിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത എല്ലാ സഹപ്രവർത്തകര്, കൂട്ടുകാര്, ബന്ധുക്കള്, സ്വന്തക്കാര്, മക്കളുടെ മക്കള്, കുഞ്ഞുമക്കള്, 5ാമത്തെ തലമുറ വരെ കണ്ട ഞാൻ ഇത്രയും സൗഭാഗ്യം എനിക്ക് തന്ന ഭഗവാനോട് മാത്രം ഞാൻ നന്ദി അപേക്ഷിക്കുന്നു. നമസ്കാരം.